ഹേ ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എണീറ്റ് വന്ന വഴിയാണ്. ആക്ച്വലി ഞാൻ ഒരു സ്വപ്നം കണ്ട് ചാടി എണീറ്റാണ്. രാധ ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ വാട്ടർ ക്യാനിൽ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഇതുവരെ ചെയ്തില്ല. ആ ചോദിച്ച കൊച്ച് എന്നെ വന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുക്കി കൊല്ലുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടേ. അപ്പം തന്നെ എണീറ്റു, പിന്നെ ഒന്നും നോക്കില്ല, ഉടനെ തന്നെ അത് ഉണ്ടാക്കിയേക്കാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് പോയി ഒന്ന് പല്ല് വെച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ നല്ല പല്ലൊക്കെ തേച്ച് കുളിച്ച് കുട്ടുപ്പഞ്ഞേട്ടനായിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് അടുക്കളയിൽ പോയി അമ്മച്ചിയുടെ അടുത്ത് നൈസായിട്ട് ചോദിച്ചു നോക്കുക ഒരു ഗ്ലാസ് കിട്ടുമെന്ന്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വാട്ടർ ക്യാൻഡിൽ സെറ്റ് ചെയ്യാം. അമ്മച്ചി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് എടുക്കോട്ടോ അമ്മച്ചി, ക്രാഫ്റ്റ് ചെയ്യാൻ. പല്ല് പൊട്ടിക്കൊന്നുമില്ല, ഇത് മോഡലില്ല, ഇത് ജ്വല്ലറിയുടെ പരസ്യമായി പോകും. ഇതും ജ്വല്ലറിയുടെ പരസ്യം. എന്തോ ഒരു ഗ്ലാസ് അമ്മച്ചി, ഇവിടെ ഒരു ഗ്ലാസ് പോലെ എനിക്ക് തരാനില്ലേ? തേനിരിപ്പുണ്ട്, അതിൻ്റെ അകത്ത് കൊള്ളില്ല. അങ്ങനെ അമ്മച്ചിയുടെ ഗ്ലാസ്സുകൾ നമ്മൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. ഇവിടെ ഒരു അലമാരി നിറച്ച് വേറെ ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഞാൻ 10ൽ SLC പാസ്സായപ്പോൾ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്ന കുറച്ച് വൈൻ ഗ്ലാസ്സുകളുണ്ട്. നമുക്കതെടുക്കാം, പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു വാട്ടർ ക്യാനിൽ സെറ്റ് ചെയ്യാം. വെറൈറ്റി ആയിരിക്കില്ലേ? നമുക്കൊരു കടൽ തീമിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്ലാസിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാം. കടലായതുകൊണ്ട് നമുക്കൊരു നീല കളർ പിടിക്കാം. കുറച്ച് നീല മണൽ പോലത്തെ ആയിട്ട് ഇടാം. ഏകദേശം അത് മതിയാവും. ഇനി നമുക്ക് കടലായതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ കുറച്ച് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അത് കുറച്ച് ചെല്ലുകൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നല്ല അടിപൊളി ഒരു കക്ക. ഇതൊക്കെ ഞാൻ എവിടെ നിന്നാണ് കൊണ്ടുതന്നെ ഇങ്ങനത്തെ ഷെല്ലുകൾ വെച്ചിട്ടുള്ള ഒരു വർക്ക് ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ മാലദ്വീപ്സിന് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കാം, പല കളർ. അപ്പോൾ ഇത് വെള്ളം കുഴിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനും പറ്റും. ഇതൊരു കുഞ്ഞിനാണ് നിറയെ കുത്തുകളുള്ളത്. അത് കണ്ടിട്ടിരുന്നോട്ടെ, ഇവനെ ഇങ്ങോട്ട് മാറ്റി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം. അത് വെള്ളം ഒഴിച്ചിട്ട് മെഴുക് ഒഴിക്കണം. അപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മെഴുക് ഉരുക്കാൻ പോകാം. വെള്ളം നമ്മൾ വളരെ പതുക്കെ ഒഴിച്ചില്ലെങ്കിൽ ഇത് മുഴുവൻ പോകും. അത് കാരണം ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്താണ് ഒഴിക്കുന്നത്. നമ്മളിത് പോകാതിരിക്കാനായിട്ട് ഇതൊരു മാർഗ്ഗം കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ വെച്ചാൽ അങ്ങോട്ടും ചിന്നിച്ചതിലേക്ക് നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത് കുറച്ച് സമയം എടുത്താൽ കുഴപ്പമില്ല, രസമല്ലേ? ഇങ്ങനെ ചിത്രം മതിയാവും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ലുക്ക് അതിലാട്ടോ. എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് തോന്നിയോ? മുകളിൽ നോക്കുമ്പോൾ നല്ല ലുക്കുണ്ട്, പക്ഷെ അത് സൈഡിലേക്ക് വരുമ്പോൾ അത്ര ഒരു ഗുമ്മായിട്ട് തോന്നുന്നില്ല. ഞാൻ ഒന്ന് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി ആയില്ലേ? ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടെ മണലിട്ടു. ഇനി നമുക്ക് നമ്മുടെ ഈ കക്കകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഈ പിന്നെ കുറച്ചുകൂടെ അതിങ്ങനെ പൊങ്ങി നിൽക്കും, മുകളിലേക്ക് കാണാൻ പറ്റും. ആദ്യമേ മണൽ കുറവായതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് ഒരു പ്രശ്നമായത്. ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായില്ലേ? ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ മെഴുകുതിരി ഉരുക്കിക്കൊണ്ട് വരാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയത് ഉരുക്കിക്കൊണ്ട് വരാം. ഇതാണ് മെഴുക് ഉരുക്കിയത്. അപ്പോൾ നടുക്കിങ്ങനെ ഒരു മെഴുകുതിരി പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് മുങ്ങ മെഴുകുതിരി നീ മെഴുകും കൂടെ ഒഴിച്ചു കൊടുക്കാം. അയ്യോ, പാത്രത്തിൻ്റെ ഇത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഗൈസ്. ഉദ്ദേശിച്ചത്ര എളുപ്പമല്ല, അത് കുറച്ച് ടാസ്ക്കാണ്. നമുക്കൊരു കോലിന് വെച്ച് കൊടുക്കാം. എൻ്റെ കോലിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. കോലിൻ്റെ ബ്രഷാണ് അടിക്കും. ഇതിവിടെ ചാടി കുറച്ച്. ഞാൻ ഇതിൻ്റെ അകത്ത് മുകളിൽ കളർ വരാൻ വേണ്ടിയിട്ട് സ്കൈ ബ്ലൂ കളറൊക്കെ ഒഴിച്ചു, പക്ഷെ സെറ്റായില്ല. അപ്പോൾ നമ്മളോട് വാട്ടർ ക്യാനിൽ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചത് സുജാ ശശി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ്. ആ കുട്ടിയുടെ പേരിനോട് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി, റിയലി സോറി. പിന്നെ ചിന്നു എന്ന് പറഞ്ഞ 2 പേരാണ് നമ്മൾ വാട്ടർ ക്യാനിൽ ഉണ്ടാക്കാമോ എന്ന് കമൻറ്റ് ചോദിച്ചത്. പണി നടക്കുകയാണ്, ഉടനെ തന്നെ റെഡി ആവും. രാധ എണീറ്റ് വന്നിട്ടുണ്ട്. രാധനെ കൊണ്ട് നമുക്ക് തിരി കൊടുത്തിക്കാം. രാധ ഇവിടെ ഒരു തിരി ഒന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ രാധ നമ്മുടെ വാട്ടർ ക്യാൻറ്റീന് തിരി കൊളുത്തി അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പോകണം. ആ കൊടുത്തിക്കോ. അയ്യോ, കൈ അപ്പുറം പിടിക്കുക, കാണത്തില്ല. അങ്ങനെ പിടി. കേടി രാധ ഇങ്ങനെ തംസപ്പ് വേണ്ടി. അപ്പൊ നമ്മൾ രാത്രി നമ്മുടെ വാട്ടർ ക്യാനിൽ ടെസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ്. അപ്പൊ നമ്മുടെ ലാമ്പ് നമ്മള് രാത്രിയിലെ വ്യൂ കാണാനായിട്ട് കത്തിക്കാൻ പോവാണേ.
അപ്പോൾ രാത്രിയിലെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. നമ്മൾ വേറൊരു പരീക്ഷണങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വാട്ടർ ക്യാനിൽ സജസ്റ്റ് ചെയ്തവർക്ക് ഒന്നുകൂടെ താങ്ക്സ് പറയാണ്. വർക്കെല്ലാം അടിപൊളിയാണ്, രാത്രി കാണാൻ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ലുക്കാണ്. അപ്പോൾ സജസ്റ്റ് ചെയ്തവർക്ക് ഒന്നുകൂടെ താങ്ക്സ്. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.